ഹായ്, ഞാനും ഇന്ന് വാഴ 2 കണ്ടു. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞ പോലെ അവരുടെ റിയൽ ലൈഫുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആവുന്നു, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഈ ഫസ്റ്റ് ബെഞ്ചേഴ്സും ലാസ്റ്റ് ബെഞ്ചേഴ്സും അല്ലാത്ത വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് ക്ലാസ് റൂമിൽ. അത് ഇവരെ പറ്റി വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല. ഇവർ എന്താ പറയുക, ഒരുപാട് പഠിക്കുന്നവരും ആയിരിക്കത്തില്ല, ഇവരൊരുപാട് ബാക്കിലേക്കും വട്ടപ്പൂജ്യം വാങ്ങുന്നവരും ആയിരിക്കില്ല. അതുപോലെ തന്നെ ക്ലാസ് ടോപ്പേഴ്സോ അല്ലെങ്കിൽ സ്കൂൾ ടോപ്പേഴ്സോ ആയിരിക്കത്തില്ല, എന്നാൽ സ്കൂളിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആൾക്കാരും ആവില്ല. ഇവരെ പറ്റി വലിയ പ്രതീക്ഷ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഇവരെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ടാവില്ല. പക്ഷെ ഇവരെന്തായിരിക്കും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു മാർക്കൊക്കെ വാങ്ങി അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ ഉപദ്രവം ഉണ്ടാക്കാത്ത ആൾക്കാരില്ലാത്തതുകൊണ്ട് ടീച്ചർമാരും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. തോക്കാത്ത കൊണ്ട് പേരൻസും വലിയ വഴക്ക് പറയാറില്ല. അഭിപ്രായങ്ങൾ പറയാത്തത് കൊണ്ട് ക്ലാസ് റൂമിലും ആരും മൈൻഡ് ചെയ്യാറില്ല. ഇവരും ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പല ടീച്ചേഴ്സും പറയുന്നുണ്ട് ഞാൻ ഇന്ന ആൾ ഓർത്തിരിപ്പുണ്ട്. അതായത് കൂടുതൽ അവർ ഓർത്തിരിക്കുന്നത് വീട്ടിൽ സ്കൂളിലെ തല്ലികുളത്തിലൊക്കെ കാണിച്ച് അങ്ങനെയുള്ള ആൾക്കാരാണ് ടീച്ചേഴ്സ് കൂടുതൽ ഓർത്തിരിക്കുന്നത്. അവർ ടോപ്പേഴ്സിനെ പോലും ഓർക്കാറില്ല. പക്ഷെ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരൊക്കെ ഓർത്ത് വെക്കാറുണ്ട്. പക്ഷെ പഠിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേര് പോലും ഓർക്കാത്തതാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ. ഇവർ പഠിക്കുന്ന സമയത്ത് പോലും ടീച്ചേഴ്സ് ഇവരെ കെയർ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇവർ പഠിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ ഇവർ ഓക്കെ ആണെന്നോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഇവരെ ഇൻട്രോവേർട്ടുകൾ എന്നൊന്നും പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ ഇവർ ഇൻട്രോവേർട്ടുകളും ആയിരിക്കാം. എന്താ പറയുക, നമ്മളെപ്പോഴും ഫസ്റ്റ് ചൈൽഡിനെ പറ്റി ലാസ്റ്റ് ചൈൽഡിനെ പറ്റിയൊക്കെ സംസാരിക്കും. നമ്മൾ ഒരിക്കലും മിഡിലുള്ള ആളെ പറ്റി സംസാരിക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും? അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ഉണ്ടായിട്ടും ഇൻവിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണോ? അതുപോലെയാണ് മിഡിൽ ബെഞ്ചേഴ്സും എന്നെനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ നമ്മൾ എല്ലാവരെ പറ്റി സംസാരിക്കും, പക്ഷേ ഈ മിഡിൽ ബെഞ്ചേഴ്സിനെ പറ്റി സംസാരിക്കാറില്ല. കാരണം അവർ ഇൻവിസിബിൾ ആയതുകൊണ്ടാണോ?